റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം. ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാനിബിൻ. UK പാർലമെന്റ് അംഗങ്ങളെയും ജീവനക്കാരെയും ലക്ഷ്യമിട്ട് ചൈനീസ് ചാരശ്രമങ്ങൾ നടക്കുന്നതായി ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി നൽകിയ മുന്നറിയിപ്പിനെ തുടർന്ന് രാജ്യത്തെ സുരക്ഷാ ആശങ്കകൾ ഉയരുന്നു. ലിങ്ക്ഡിൻ വഴി വ്യാജ പേരിൽ പ്രവർത്തിച്ച 2 പ്രൊഫൈലുകൾ ചൈനീസ് സുരക്ഷാ ഏജൻസിയുമായി ബന്ധമുണ്ടെന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സെക്യൂരിറ്റി മിനിസ്റ്റർ ഡാൻ ജോവിസ് ഇത് രഹസ്യവും കൃത്യവുമായി പദ്ധതിയിട്ട ഇടപെടലെന്നാണ് വിശേഷിപ്പിച്ചത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ നടത്തുന്ന ശ്രമങ്ങളും ഒരിക്കലും വെച്ചുപറപ്പിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 170 മില്യൺ പൗണ്ട് ചെലവിൽ സർക്കാരിന് സുരക്ഷാ സംവിധാനങ്ങൾ പുതുക്കുവാനും സൈബർ ഭീഷണികൾ തടയുവാനും പദ്ധതിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്കോട്ട്ലൻഡിലും വടക്കൻ ഇംഗ്ലണ്ടിലും ശക്തമായ മഞ്ഞുവീഴ്ച കാരണം യാത്രാ തടസ്സം നേരിടാമെന്ന മുന്നറിയിപ്പ് മെറ്റ് ഓഫീസ് നൽകി. തെക്കൻ സ്കോട്ട്ലൻഡും വടക്കൻ ഇംഗ്ലണ്ടും ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിൽ ബുധനാഴ്ച രാവിലെ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിൽ 10 സെന്റിമീറ്റർ വരെ മഞ്ഞു വീഴുവാനുള്ള സാധ്യതയുണ്ട്. ഹൈലാൻഡ്സിലെ A9, A82 എന്നീ പ്രധാന റോഡുകളിൽ മഞ്ഞ് നീക്കം ചെയ്യുവാനുള്ള നടപടികൾ അടിയന്തരമായി ആരംഭിച്ചു. കനത്ത പ്രതികൂല കാലാവസ്ഥ മൂലം ഫെറി സർവീസുകൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തു. സ്കോട്ട് റെയിൽ യാത്രക്കാരോട് യാത്രയ്ക്ക് മുമ്പ് മുഴുവൻ റൂട്ട് പരിശോധിക്കണമെന്ന് നിർദ്ദേശിച്ചു. വൈദ്യുതി മുടക്കം, റോഡ് അടച്ചിടൽ എന്നിവയ്ക്കും സാധ്യതയുണ്ടെന്ന് മെറ്റ് ഓഫീസ് അറിയിച്ചു. ലേബർ സർക്കാരിന്റെ പുതിയ അഭയാർത്ഥി നയങ്ങൾ നിരവധി കുടുംബങ്ങളെ തമ്മിൽ ഒരിക്കലും കാണാനാകാത്ത രീതിയിൽ അകറ്റുമെന്ന റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. യോർക്ക്ഷയറിൽ താമസിക്കുന്ന സിംബാബ്വെ സ്വദേശിനിയായ കിം 9 വർഷമായി തന്റെ 13 വയസ്സുകാരനായ മകനെ കാണാനാകാത്ത വേദനയിലാണ്. അഭയാർത്ഥികൾക്ക് തങ്ങളുടെ അടുത്ത ബന്ധുക്കളെ കൊണ്ടുവരുന്നതിനുള്ള നിയമപരിരക്ഷ നിർത്തിയതോടെ അഭയം ലഭിച്ചാലും ഉയർന്ന വരുമാന നിബന്ധനകൾ നിറവേറ്റാതെ കുടുംബങ്ങളെ കൊണ്ടുവരാൻ കഴിയില്ല. പുതിയ നിയമപ്രകാരം അഭയം ലഭിച്ച ശേഷം പ്രൊട്ടക്ഷൻ വർക്ക് ആൻഡ് സ്റ്റഡി വിസ എടുത്ത് ജോലി അല്ലെങ്കിൽ പഠനം തുടങ്ങേണ്ടതുണ്ട്. ഇതിനുശേഷം മാത്രമേ കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യുവാൻ സാധിക്കൂ. എന്നാൽ UK പൗരന്മാർക്ക് പ്രതിവർഷം UK പൗരന്മാർക്കുള്ള 29,000 പൗണ്ട് വാർഷിക വരുമാന നിബന്ധന അഭയാർത്ഥികൾക്കും ബാധകമാകുന്നുവെന്ന പുതിയ നിബന്ധന ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. കിം ഇപ്പോൾ നഴ്സിംഗ് പരിശീലനത്തിലുള്ള പ്രാരംഭ കോഴ്സിലാണ്. അതിനാൽ ഈ വരുമാനം നേടാൻ കുറഞ്ഞത് 4 വർഷമെങ്കിലും എടുക്കും. ഇനി നാട്ടിലെ വാർത്തകൾ. ബൂത്ത് ലെവൽ ഓഫീസർമാരായി നിയമിക്കപ്പെട്ടവരുടെ നിയന്ത്രണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമായിരിക്കുമെന്നും ഭരണഘടന അനുസരിച്ചാണ് അവരുടെ നിയമനമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പറഞ്ഞു. BLOമാരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. പല ജില്ലകളിൽ നിന്നും പരാതി ലഭിച്ചിട്ടുണ്ട്. നന്നായി പ്രവർത്തിക്കുന്ന BLOമാർക്കെതിരെ വ്യാജ വാർത്തകളും സമൂഹമാധ്യമ പ്രചാരണവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും രത്തൻ ഖേൽക്കർ പറഞ്ഞു. വളരെ പ്രാധാന്യമുള്ള ചുമതല നിർവഹിക്കുന്ന BLOമാരെ തടസ്സപ്പെടുത്തിയാൽ ഭാരതീയ ന്യായ സംഹിതയുടെ 121 വകുപ്പ് പ്രകാരം കേസെടുക്കുവാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും രത്തൻ ഖേൽക്കർ പറഞ്ഞു. റേഷൻ കടകൾ വഴി സൗജന്യമായോ സബ്സിഡി നിരക്കിലോ സാനിറ്ററി നാപ്കിനുകൾ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട് സർക്കാരിന്റെ പ്രതികരണം തേടി. ഡിസ്പോസിബിൾ സാനിറ്ററി പാഡുകൾ വാങ്ങുന്നതിലെ സാമ്പത്തിക പരിമിതി കാരണം മിക്ക സ്ത്രീകളും പെൺകുട്ടികളും വൃത്തിഹീനമായ ആർത്തവകാല രീതികൾ പിന്തുടരുന്നുവെന്നും അതിനാൽ ന്യായ വില കടകൾ വഴി വിതരണം ചെയ്യണമെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അഭിഭാഷക ലക്ഷ്മി രാജയാണ് കോടതിയെ സമീപിച്ചത്. ഓരോ കുടുംബത്തിനും PDS വഴി പ്രതിമാസം കുറഞ്ഞത് 25 ഡിസ്പോസിബിൾ സാനിറ്ററി പാഡെങ്കിലും നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് ഹർജിക്കാരി പറഞ്ഞു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ കടുത്ത ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കന്യാകുമാരി കടലിന് മുകളിലായി ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട്. നവംബർ 22 തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുവാനും തുടർന്നുള്ള 48 മണിക്കൂറിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കുവാനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇനി കായിക വാർത്തകൾ. അടുത്ത മാസം ബംഗ്ലാദേശുമായി നടത്തുവാനിരുന്ന വനിതാ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയും 2020 മാറ്റിയതായി ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിലപാടുകളുടെ പേരിലാണ് നടപടി. കൊൽക്കത്തയും കട്ടക്കുമായിരുന്നു പരമ്പരയിലെ മത്സരവേദികൾ. ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർസ് 2020 ഒമാനെ 6 വിക്കറ്റ് തകർത്ത് ഇന്ത്യ A. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഒമാൻ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 135 റൺസ് നേടി. അർദ്ധ സെഞ്ചുറിയുമായി പുറത്താകാതെ നിന്ന വസീം അലിയുടെ ഇന്നിംഗ്സാണ് ഒമാന് ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത്. ഇന്ത്യ Aയ്ക്കായി ഗുർജനീത് സിംഗും സുയാഷ് ശർമ്മയും 2 വിക്കറ്റുകൾ വീതവും വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ ഓപ്പണർമാരായ പ്രയാസ് ഷാരിയെയും വൈഭവ് സൂര്യവംശിയും നഷ്ടമായെങ്കിലും നമൻദീർ, ഹർഷ് ദുബെ എന്നിവരുടെ ഇന്നിംഗ്സുകളുടെ ബലത്തിൽ ഇന്ത്യ A 17.5 ഓവറിൽ ലക്ഷ്യം കണ്ടു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.030 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.